നമസ്കാരം. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ റെക്കോർഡ് വിൽപ്പനയാണ് 2026 മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ പലരും തകർന്നു വീഴുമെന്ന് കരുതിയ ഓല ഇലക്ട്രിക്കിന്റെ വൻ തിരിച്ചുവരവും. സത്യം പറയുകയാണെങ്കിൽ ഇത്തവണത്തെ സെയിൽസ് റിപ്പോർട്ട് വളരെ കളർഫുൾ ആണ് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ടോപ്പ് 10 ലിസ്റ്റിലെ എല്ലാ കമ്പനികളും വളരെ മികച്ച പ്രകടനമാണ് ഇത്തവണ വിൽപ്പനയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് നോക്കാം. 1,85,000 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് 2026 മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. ഇത് റെക്കോർഡ് വിൽപ്പനയാണ്. ആദ്യമായാണ് ഒരു മാസം ഇത്രയും കൂടുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നത്. അതേ സ്ഥാനത്ത് കഴിഞ്ഞ തവണ, അതായത് ഫെബ്രുവരിയിൽ 1,09,465 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന മാത്രമാണ് നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ, അതായത് മാർച്ച് മാസത്തെ വിൽപ്പന ഫെബ്രുവരി മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 69% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ, അതായത് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോഴും 46% മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പതുക്കെയാണെങ്കിലും ഒരുപാട് പേര് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കൃത്യമായ കണക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള വിശ്വാസം കൂടി വരുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണവുമാണിത്. ഓക്കെ, ഇനി നമുക്ക് മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനികളിൽ ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. റിവോൾട്ട് മോട്ടോഴ്സ് ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 651 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് മാർച്ച് മാസത്തിൽ 1172 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 80% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവോൾട്ട് മോട്ടോഴ്സിന് സാധിച്ചു. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 16% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. 0.66% ഇവരുടെ മാർക്കറ്റ് ഷെയർ. റിവോൾട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതായത് വർഷങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചത് റിവോൾട്ടിന് മാത്രമാണ്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ സത്യം പറയുകയാണെങ്കിൽ സ്കൂട്ടേഴ്സ് ആണ് വാഴുന്നത്, അല്ലെ? സിമ്പിൾ എനർജീസ് ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 764 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ എനർജീസിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1744 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 128% വളരെ മികച്ച മുന്നേറ്റമാണ് സിമ്പിൾ നടത്തിയിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 352% വളരെ മികച്ച മുന്നേറ്റം നടത്താനും സിമ്പിളിന് സാധിച്ചിട്ടുണ്ട്. 0.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇത് സിമ്പിൾ എനർജീസിന്റെ ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന ഫാമിലി സ്കൂട്ടറിന്റെ ഒരു സ്പൈ ഷോട്ട് ആണ് കേട്ടോ. കമ്പനിയുടെ ഭാഗത്ത് നിന്നുമുള്ള ടെസ്റ്റ് റൈഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിമ്പിൾ എനർജീസിന്റെ ഫാമിലി സ്കൂട്ടർ ഇറങ്ങുന്നതോടുകൂടി അവരുടെ സെയിൽസും നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പടി താഴേക്ക് ഇറങ്ങി ബിഗോസ് ഇത്തവണ 8ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 2411 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3680 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 52%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 42% മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. 1.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു പടി മുകളിലേക്ക് കയറി റിവർ ഇന്ത്യയാണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 2255 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവറിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4146 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 83% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവറിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 417% വളരെ മികച്ച വളർച്ചയുമാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. 2.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് റിവർ മൊബിലിറ്റി. ഒന്നും കാണാതെ യമഹയെ പോലുള്ള ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് റിവർ മൊബിലിറ്റിയുമായിട്ട് കരാറിൽ ഏർപ്പെടില്ലല്ലോ, അല്ലെ? കേരളത്തിൽ നിന്നുള്ള 2 പേര് തുടങ്ങിയ ഒരു സംരംഭം ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കണേ. അഭിമാനിക്കാം നമുക്ക്. എന്തായാലും ഇവരുടെ ഫാക്ടറി കേരളത്തിൽ നിർമ്മിക്കാതെ ബാംഗ്ലൂരിൽ നിർമ്മിച്ചത് ഒരു കണക്കിന് നന്നായി എന്നേ ഞാൻ പറയൂ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഓല കുത്തനെ താഴോട്ട് വന്ന് 6ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയായിരുന്നു, അല്ലെ? പക്ഷെ ഇത്തവണ ഗ്രീവ്സ് ആണ് ഒരു പടി താഴേക്കിറങ്ങി 6ാം സ്ഥാനത്തുള്ളത്. ഗ്രീവ്സ് കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 4511 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് മാർച്ച് മാസത്തിൽ 7965 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 76%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 41% മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. 4.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓലയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ അവർ നടത്തിയിരിക്കുന്നതെങ്കിലും മെയിൻ പ്ലേയേഴ്സിന്റെ അടുത്തെത്താൻ എന്നിട്ടും ഓലയ്ക്ക് സാധിച്ചിട്ടില്ല. കാരണം അവരെല്ലാം ഓലയേക്കാൾ ബഹുദൂരം മുന്നിലാണ്.
അതുകൊണ്ട് തന്നെ ഓലയ്ക്ക് ഒരു പടി കയറി 5ാം സ്ഥാനത്ത് എത്താനേ ഇത്തവണ സാധിച്ചിട്ടുള്ളൂ. ഫെബ്രുവരി മാസത്തിൽ വെറും 3968 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് പക്ഷേ മാർച്ച് മാസത്തിൽ 10117 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 154% വളരെ മികച്ച വളർച്ചയാണ് ഓല കൈവരിച്ചിരിക്കുന്നത്. തകർന്നു പോകുമെന്ന് പലരും കരുതിയ ഓലയുടെ ഒരു വൻ തിരിച്ചുവരവ് തന്നെയാണിത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഓല നേരിട്ടിരിക്കുന്നത് 57% ഇടിവാണ്. അതേപോലെ 5.4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇപ്പോൾ ഓല നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ എന്തൊക്കെ ചെയ്താലും ജനങ്ങളുടെ വിശ്വാസം അത് തിരികെ കിട്ടണമെങ്കിൽ നിലവിലെ പ്രശ്നങ്ങൾക്ക്, അതായത് നിങ്ങളുടെ വണ്ടി എടുത്ത് പെട്ടുപോയ എല്ലാ കസ്റ്റമേഴ്സിന്റെയും പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു പരിഹാരം ഉടനെ തന്നെ കണ്ടേ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഹീറോ മോട്ടോകോർപ്പ് വിടയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 12516 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 21434 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 71%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 169% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 11.5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥറാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 20585 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് മാർച്ച് മാസത്തിൽ 35688 യൂണിറ്റ്സ് ആണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 73%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 131% വളരെ മികച്ച വളർച്ചയാണ് ഏഥർ കൈവരിച്ചിരിക്കുന്നത്. 19% ഇവരുടെ മാർക്കറ്റ് ഷെയർ. EL പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന 4ഓളം ഇരുചക്ര വാഹനങ്ങളാണ് ഏഥറിന്റെ ഭാഗത്തു നിന്നും ഈ വർഷം മുതൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്നത്. ഉടനെയൊന്നുമില്ലെങ്കിലും ഭാവിയിൽ ഏഥറിന്റെ ഒരു ബൈക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് കാലം 10000 യൂണിറ്റ്സിലും താഴെ മാത്രം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഏഥർ അന്ന് ടോപ്പ് 5 ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏഥർ 3ാം സ്ഥാനത്താണുള്ളത്. മാത്രമല്ല അവരുടെ പുതിയ വണ്ടികൾ ഇറങ്ങുന്നതോടുകൂടി 1ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ബജാജ് ചേതക്കാണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ 25328 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ചേതക്കിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 46246 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 82% വളരെ മികച്ച വളർച്ചയാണ് ചേതക് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 32% വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 24% ചേതക്കിന്റെ മാർക്കറ്റ് ഷെയർ. TVS 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഫെബ്രുവരി മാസത്തിൽ 31615 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച TVSന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 49453 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 56%, ഇയർ ഓൺ ഇയർ സെയിൽസിൽ 62% മികച്ച വളർച്ച കൈവരിക്കാൻ TVSന് സാധിച്ചിട്ടുണ്ട്. 26% ഇവരുടെ മാർക്കറ്റ് ഷെയർ. നമ്മൾ കുറച്ച് മുന്നത്തെ സെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് TVSും ബജാജും തന്നെയാണ് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തുമുള്ളത്. പക്ഷെ ഇവര് തമ്മിലുള്ള വിൽപ്പനയുടെ എണ്ണത്തിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വ്യത്യാസം കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഏകദേശം 3000 യൂണിറ്റ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഒരു മിനിറ്റേ പോകാൻ വരട്ടെ. ഇനി നമുക്ക് മോട്ടോർ സൈക്കിൾസിന്റെ വിഭാഗത്തിൽ വരുന്ന BMW, അൾട്രാ വയലറ്റ്, ഓപ്പൺ റോർ, മാറ്റർ എന്നീ വണ്ടികളുടെയും അതേപോലെ സുസുക്കി ആക്സസ്, ഹോണ്ട എന്നീ വണ്ടികളുടെയും കൂടി ഡീറ്റെയിൽസ് നോക്കാം. ഫെബ്രുവരി മാസത്തിൽ 380 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 573 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 50% മികച്ച വളർച്ച കൈവരിക്കാൻ ഓപ്പൺ റോറിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഫെബ്രുവരി മാസത്തിൽ 266 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 276 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 3.7% വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. മാറ്റർ എനർജി ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടത്തിയത് 66 യൂണിറ്റ്സ് മാത്രമാണെങ്കിൽ മാർച്ച് മാസത്തിൽ അവർക്ക് 123 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 86% മികച്ച വളർച്ചയാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. BMW, ഹോണ്ട, സുസുക്കി ഈ 3 കമ്പനികളും വിൽപ്പനയിൽ പിറകോട്ടാണ് പോയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 46 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച BMWന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 32 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 30% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. അതേപോലെ ഫെബ്രുവരി മാസത്തിൽ 331 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സുസുക്കി ആക്സസിന് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 320 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 3.3% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഹോണ്ട ഫെബ്രുവരി മാസത്തിൽ 193 യൂണിറ്റ്സ് ആണ് വിൽപ്പന നടത്തിയതെങ്കിൽ മാർച്ച് മാസത്തിലെ അവരുടെ വിൽപ്പന 140 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 2.7% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് കേട്ടോ. അതായത് ഗവൺമെന്റ് വെബ്സൈറ്റ് ആയ വാഹൻ പോർട്ടലിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റാസ് മുഴുവൻ എടുത്തിരിക്കുന്നത്. അടുത്ത ഒരാഴ്ച ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസിന്റെ നമ്പറിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.